സമഗ്ര ശിക്ഷ കേരളം BRC കോട്ടയം ഈസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ക്ലബ്ബ് ഓഫ് തിരുവഞ്ചൂറും എലൈറ്റ് ലയൺസ് ക്ലബ്ബും കോട്ടയവും സംയുക്തമായി കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര ക്യാമ്പും സൗജന്യ കണ്ണട വിതരണവും. കോട്ടയം സമഗ്ര ശിക്ഷ കേരളം BRC കോട്ടയം ഈസ്റ്റും ലയൺസ് ക്ലബ്ബ് ഓഫ് തിരുവഞ്ചൂരും എലൈറ്റ് ലയൺസ് ക്ലബ്ബ് ഓഫ് കോട്ടയം തിരുവല്ല അമിത കെയർ സെന്ററിന്റെ സഹകരണത്തോടെ കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പിന്റെയും സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കണ്ണട വിതരണത്തിന്റെയും ഉദ്ഘാടന സമ്മേളനത്തിൽ BRC പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സാജൻ S. നായർ സ്വാഗതം ആശംസിച്ചു. തിരുവഞ്ചൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ രഞ്ജിത്ത് MR അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിഷൻ കെയർ ആൻഡ് SFK ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ MJF ലയൺസ് ഡോക്ടർ PK ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ലയൺസ് സിബി മാത്യു പ്ലാത്തോട്ടം ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നൽകി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ധന്യ P. വാസു, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ TM കൊച്ചുമോൻ, സോൺ 1 ചെയർപേഴ്സൺ MJF ലയൺ ഡോക്ടർ ജോസ് മാത്യു, ക്യാമ്പ് കോർഡിനേറ്റർ MJF ലയൺ ശ്രീജിത്ത് B. ബേക്കർ, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി ബിനു വർഗീസ്, CRC കോർഡിനേറ്റർ ശ്രീ ബഷീർ മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ക്യാമ്പിന്റെ നടത്തിപ്പിനെക്കുറിച്ചും നേത്രചികിത്സയെക്കുറിച്ചും തിരുവല്ല അമിത ഐ കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി സുജ സംസാരിച്ചു. സമ്മേളനത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫാദർ സജു മാനുവൽ കൃതജ്ഞത അർപ്പിച്ചു. തിരുവഞ്ചൂർ ലയൺസ് ക്ലബ്ബ് പ്രതിനിധികളായി സെക്രട്ടറി ദീപു S. നായർ, ട്രഷറർ അജിത് ഐസക്, അഡ്മിനിസ്ട്രേറ്റർ ഷാജി MS, ലയൺ രാജ് മോഹൻ എന്നിവരും കോട്ടയം എലൈറ്റ് ക്ലബ്ബ് പ്രതിനിധികളായി സെക്രട്ടറി ശ്രീ ഷൈജു ലാൽ, ലയൺ വിജിത്ത്, ട്രഷറർ ജലീൽ കൃഷ്ണ എന്നിവരും സന്നിഹിതരായിരുന്നു. നേത്രചികിത്സാ ക്യാമ്പിൽ BRC പരിധിയിലെ ഭിന്നശേഷി കുട്ടികൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സമീപ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ വ്യക്തികൾ തുടങ്ങിയ 400-ലധികം പേർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളിൽ കണ്ണട ആവശ്യമുള്ളവർക്ക് യോജിച്ച ഫ്രെയിം തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യവും രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സഹായവും നൽകിയിരുന്നു. 55 ലക്ഷം രൂപ CSR തുടങ്ങി വിദ്യാഭ്യാസ സമുച്ചയത്തിൽ കരകയറ്റുന്ന ഓട്ടിസം ബാധയും ദിനംപ്രതി കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. മനസ്സിലാക്കുന്ന ഒരു വാതായനം കൂടിയാണ്. കുട്ടികളുടെ 2 പരിശോധന എന്ന് പറയുന്നത് ഒരു പരിശോധനയേക്കാൾ വഴി ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്, കാഴ്ചപ്പാടാണ്. ഇവിടെ നമ്മുടെ
ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഈ ലയൺസ് ഡിസ്ട്രിക്ട് പ്രീവെഡിംഗ് ടീം. ഇതിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓരോ ദിവസവും ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഐ ക്യാമ്പുകൾ എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യം ഈ ബിആർസിയോടുള്ള നന്ദിയാണ് പറയാനുള്ളത്. കാരണം ഇത്രയും വലിയൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ സ്ഥാനം അച്ഛനും ഇതിൽ എല്ലാ ആൾക്കാരും കൂടി പങ്കെടുത്ത് ഇത്രയും വലിയൊരു ക്യാമ്പ് വിജയമാക്കുന്നത് നിങ്ങളുടെ വിജയമല്ല, തിരുവനന്തപുരത്തിന്റെയും എലിന്റെ വിജയമായിട്ട് ഞങ്ങൾ ഇനിയും ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ എനിക്ക് പറയാനുള്ളത്. കാരണം ഈസ്റ്റ് ബിആർസിയിലെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിച്ചു വരുന്ന പ്രിയപ്പെട്ട സജൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു കാര്യത്തിന് ഓഡിറ്റോറിയം ആവശ്യപ്പെട്ടാൽ എന്താണെന്ന് അറിയത്തില്ല, നോ പറയാനൊരു വിഷമമാണ്. കോട്ടയത്ത് സാർ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് പോലെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതും എനിക്ക് വളരെ സന്തോഷം, പേഴ്സണലി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു ആവശ്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് കൃത്യമായിട്ടാണ് ആ ഒരു രജിസ്ട്രേഷനും ആ ആളുകളെ നമ്മുടെ കാഴ്ച പ്രശ്നങ്ങളുണ്ടോ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റാണ് സൈറ്റ് ഫോർ കിഡ്സ്. കാഴ്ച ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ഞാനെന്ന് പറയുന്നത് ഞാൻ 3 വയസ്സായപ്പോൾ ചെയ്തിരുന്ന കണ്ണാടിയാണ്. ഈ വർഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട പത്തനംതിട്ട DPC വലിയ സാറിന്റെ നിർദ്ദേശപ്രകാരം 11 ബിആർസിയിൽ ഞങ്ങളുടെ ക്യാമ്പ് നടന്നു വരും. പത്തനംതിട്ട ജില്ലയിൽ 11 ബിആർസിയുണ്ട്. 4 ബിആർസി കഴിഞ്ഞു.